ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. തുടങ്ങാം. എൻ്റെ പേര് നിയാസ്. വീട്ടിൽ നിച്ചു എന്ന് വിളിക്കും. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ബൈത്തുൽ അമാൻ എന്നാണ് എൻ്റെ വീടിൻ്റെ പേര്. അറബി വാക്കാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭവനം, അതാണ് ബൈത്തുൽ അമാൻ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ വാപ്പായുടെ പേര് ജലീൽ. വാപ്പ കൂടാതെ വാപ്പാക്കൊരു അനിയനും ഏട്ടനും ഒരനിയത്തിയും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ഫാമിലി ആയതിനു ശേഷം മൂത്താപ്പയും അമ്മായിയും വേറെയാണ് താമസം. ഇപ്പോൾ അവിടെ ഞങ്ങളും എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും അനിയത്തി, ഞാൻ, പിന്നെ കുഞ്ഞാപ്പയും കുടുംബവും. അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഡാ നിച്ചു, ഡാ എണീക്കാൻ. എടാ നിന്നോടാ പറഞ്ഞേ, വെള്ളം കോരി ഒഴിക്കും ഞാൻ തലയിൽ. ഡാ എണീക്ക്. ഈ കിടന്ന് കാരണതാണ് എൻ്റെ ഉമ്മച്ചിക്കുട്ടി ഷാഹിന. നല്ല മൊഞ്ചത്തിയാട്ടോ, എൻ്റെ ജീവനാണ് എൻ്റെ ഉമ്മി. എന്താണ് ഉമ്മി, മനുഷ്യന് ഉറക്കയിലെന്ന് വല്ല നേർച്ച വെച്ചിട്ടുണ്ടോ? നിന്നോട് എണീക്കാൻ പറഞ്ഞ വേഗം റെഡിയായി വാ. കോളേജിൽ അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞത് ഇന്നാ. നീ മറന്നാ? ഉപ്പ വിളിച്ചിട്ടുണ്ടായി. ഇപ്പോൾ വീട്ടിൽ ഞങ്ങളും കുഞ്ഞും പിള്ളേരുമുള്ളൂ. വാപ്പിയും കുഞ്ഞാപ്പയും ഖത്തറില. അവരവിടെ ബിസിനസ്സാണ്. ഇതിപ്പോൾ വാപ്പീൻ്റെ കെയർ ഓഫിൽ തൃശ്ശൂർ കുറച്ചപ്പുറം എനിക്ക് MBAക്ക് അഡ്മിഷൻ റെഡിയാക്കി. അതാണ്. അതിനിപ്പോഴോ പോണേ ഉമ്മി? വേഗം റെഡിയായി വന്നേ, കൊഞ്ചാണ്ട് നീ. ഓ ചെല്ല്, ഞാൻ വരാം. വേഗം വന്നോട്ടോ അനിച്ചു, അല്ലെങ്കിലേ ഞാനാണ് നിന്നെ ചീത്തയാക്കുന്ന എന്നാ പറയുന്ന എല്ലാവരും. ഓ എൻ്റെ ഷാഹിക്കുട്ടി, പോയി റെഡി ആയിക്കോ, ഞാനിപ്പോൾ വരാം. ബാത്റൂമിലെ കലാപരിപാടികൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ദേ നിൽക്കണം ഒരെണ്ണൻ റൂമിൽ. വേറെ ആരും അല്ലാട്ടോ, എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. പേര് നിൻസി. BA മലയാളം സെക്കൻഡ് ഇയർ ആണ്. ഡീ പോത്തെ, നീ പോയില്ലേ ഇന്ന് കോളേജിൽ? ഇല്ല, എപ്പോഴും പോയാൽ ബോറടിക്കൂലേ, അതുകൊണ്ട് പോയില്ല. ഓ തമാശ, ഇത്രയും ചിരിച്ചാൽ മതിയാ? പോടാ ഉമ്മി, ഈ കുരങ്ങൻ റെഡി ആവണില്ലാട്ടാ, വെറുതെ നിൽക്കുകയാണ്. ഡീ നിന്നെ ഞാൻ... അയ്യോ, പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ അവളെൻ്റെ ടവൽ വലിക്കലും ഊരലും ഓടലും അപ്പോൾ തന്നെ കഴിഞ്ഞു. ഭാഗ്യം ചെട്ടിയിട്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം തീർന്നേനെ. കാന്താരി, എൻ്റെ കയ്യിൽ കിട്ടും നിന്നെ. കാര്യം ഞങ്ങൾ കണ്ടാൽ തല്ലുപിടുത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ, അപ്പം ടെൻഷനാണ് രണ്ടിനും. ഡ്രസ്സ് മാറി അടിയിൽ ചെല്ലുമ്പോൾ കുഞ്ഞുമ്മ മോന് ഫുഡ് കൊടുക്കുന്നു. മോനെന്ന് പറഞ്ഞാൽ 19 വയസ്സുണ്ട്, പക്ഷേ 8 വയസ്സിൻ്റെ വളർച്ചയുള്ളൂ. കുഞ്ഞുമ്മാൻ്റെ പേര് ഐഷ, മോൻ്റെ പേര് റാമിസ്. പിന്നെ ഒരു മോളുണ്ട് റംസിയ, അവൾ +2 പഠിക്കുന്നു. കഴിക്ക് റമി മോനെ, ഉമ്മാടെ മുത്തല്ലേ, കുഞ്ഞുമ്മ പറഞ്ഞു. മതി, എനിക്ക് വേണ്ട. ഹായ് കാക്ക. കഴിക്ക് റമി കുഞ്ഞു, ഉമ്മി എന്തേ? കുഞ്ഞുമ്മ പറഞ്ഞു. ഇത്ത ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണല്ലോ. ആ ദേന, ഇത്ത നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് എത്തൂലേ? ഒന്നും പറയാൻ പറ്റൂല ഐഷ, തൃശ്ശൂരും കഴിഞ്ഞ് പോകണ്ടേ. പാലക്കാട് ജില്ലയിലാണ് കോളേജ്, പിന്നെ അവിടെ തൊട്ടടുത്തല്ലേ അവരുടെ വീട്. വൈകാണേ അവിടെ നിന്ന് കഴിക്കുക. നിച്ചു കഴിഞ്ഞാ? ആ ഉമ്മി കഴിഞ്ഞു, താക്കോലെടുക്കട്ടെ? അപ്പോൾ ഉമ്മി പറഞ്ഞു. ഹലോ സാർ, ബൈക്കിൻ്റെ ചാവി അവിടെ വെച്ചേക്ക്, കാർ എടുത്താൽ മതി. എന്താണ് ഉമ്മി, ബൈക്കിന് പോകാം. നീ ഒന്ന് പോയേ നിച്ചു, 10-45 കിലോമീറ്റർ എനിക്ക് പറ്റൂല. ശരി, കാർ എടുത്തിടട്ടെ. റമിക്കുട്ട, മൂത്ത് പോയിട്ട് വരട്ടെ. ഉമ്മ ഒന്ന് വാ ഉമ്മ ഇങ്ങോട്ട്. ഞാനും ഉമ്മിയും ബലോനയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മി സുന്ദരിയായിട്ടുണ്ടല്ലോ. വെറുതെ പറഞ്ഞല്ലാട്ടാ, എൻ്റെ ഉമ്മി ശരിക്കും മൊഞ്ചത്തിയാണ്. ഒരുപാടങ്ങ് സുഖിപ്പിക്കല്ലേ നിച്ചു, നീ കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ കൊച്ചു കള്ളി. നീ എൻ്റെ മോനല്ലേ, 20 വർഷമായില്ലേ മുത്തേ നിന്നെ കാണണേ, പറ കൊഞ്ചാണ്ട്. ഉമ്മി, ഞാൻ മൂത്താപ്പടുത്തും അമ്മായിടത്തും നിൽക്കൂല, ഞാൻ ബൈക്കിന് ഡെയിലി പോയി വന്നോളാം. നടക്കൂല നിച്ചു, എനിക്ക് നിൻ്റെ വാപ്പിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. അതൊഴിച്ച് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞോ. വേറൊന്നുമില്ല, മുഖം മാറിയ പോലെ അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ അവിടെ നിൽക്കണേ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലെന്ന്. അങ്ങനെയാണോ നീ വിചാരിച്ചേക്കണേ? ഞാൻ നോക്കുമ്പോൾ ഉമ്മി കരയുന്നു. എന്താണ് ഉമ്മി, എൻ്റെ ഷാഹിക്കുട്ടി ഇങ്ങനെ കരയല്ലേ, ഞാൻ എവിടെ വേണേലും നിൽക്കാം. ഉമ്മി കരയണത് എനിക്ക് സഹിക്കില്ല. ഞാൻ വണ്ടി സൈഡ് ഒതുക്കി.
എനിക്കും എൻ്റെ മോനെ കാണാണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ ഉമ്മയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. മതി, വേഗം പോവാം. വണ്ടി പാഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് കോളേജ് എത്തി. ഞങ്ങൾ ഇറങ്ങി. കൊള്ളാലോ, കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഇതുപോലെ വല്ലവരും ഉണ്ടായാൽ മതിയായിരുന്നു. അകത്ത് കയറി ഉമ്മി ചോദിച്ചു, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. പ്രിൻസിപ്പലിൻ്റെ റൂം എവിടെയാ? ഗോ സ്ട്രെയിറ്റ്, ടേൺ ലെഫ്റ്റ്. ന്യൂ അഡ്മിഷൻ ആണോ? അതെ, ഇതാണ് ആള്, നിയാസ്. ഓ, നിങ്ങളെ സാറ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വാ. അടാറായിട്ടാണല്ലോ ഇത്. പടച്ചോനെ, എൻ്റെ ടീച്ചറായാൽ മതിയായിരുന്നു. സൂപ്പർ ബാക്ക്. പെട്ടെന്നാണ് ടീച്ചർ തിരിഞ്ഞു നോക്കിയത്. ദഹിപ്പിച്ചൊരു നോട്ടവും. ഞാൻ ആകെ ചമ്മി നാറിയ പോലെയായി. ഭാഗ്യം ഉമ്മി കണ്ടില്ല. എന്നാലും ഏതാണ്ടൊരു ഗായത്രി അരുണിനെ പോലുണ്ട്. ഞങ്ങൾ പ്രിൻസിയുടെ റൂമിലേക്ക് കയറി. പ്രിൻസിയെ കണ്ട് എൻ്റെ പകുതി ജീവൻ പോയി. കറുത്ത കരിമുട്ടി ഒരു ജിമ്മൻ. ഞങ്ങളെ കണ്ട പാടെ, ഇരിക്ക്, ജലീലിൻ്റെ ഫാമിലിയല്ലേ? ഉമ്മ പറഞ്ഞു. ഇക്ക പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ പേര് കരീം. ജലീലിൻ്റെ ഫാദർ വഴിയാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി. മൈ നെയിം ഈസ് നിയാസ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് തരൂ. ഞാൻ കൊടുത്തപ്പോഴേക്കും എൻ്റെ കൈ വിറയ്ക്കായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അപ്പോൾ എൻ്റെ പേര് ഇന്ദു. ഞാനായിരിക്കും നിയാസിൻ്റെ ക്ലാസ് ടീച്ചർ. ഉമ്മി, ടീച്ചറിൻ്റെ നമ്പർ തന്നേക്ക്, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ഓ, അതിനെന്താ. അവർ പരസ്പരം നമ്പർ കൈമാറി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും നോക്കി ചിരിച്ചു. ഞങ്ങൾ നേരെ കുന്നംകുളത്തേക്ക് വിട്ടു. അവിടെയാണ് എൻ്റെ മൂത്താപ്പാടെയും അമ്മായിയുടെയും വീട്. അവരടുത്തടുത്താണ് വീട് പണിഞ്ഞേക്കുന്നത്. മൂത്താപ്പയുടെ പേര് ഹംസ. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയാണ്. ഭാര്യ സുഹറ. 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. മൂത്തത് ഹാഷിം, കല്യാണം കഴിഞ്ഞു. ഭാര്യ ഫർസാന, 2 പിള്ളേരുണ്ട്. രണ്ടാമത്തേത് ഹസ്ന, ഓക്ക് എൻ്റെ പ്രായമാണ്. കല്യാണം കഴിഞ്ഞു. ഭർത്താവ് മുജീബ് ദുബായിലാണ്. അവർക്കൊരു മോനുണ്ട്. മൂന്നാമത്തേത് ഹാഷ്മി, +2 പഠിക്കുന്നു. ഇനി അമ്മായിയുടെ പേര് ജാസ്മിൻ. മാമായുടെ പേര് ബഷീർ, തുണിക്കട നടത്തുന്നു. 2 പേരും കടയിലേക്ക് പോകും എപ്പോഴും. 2 പിള്ളേരാണ്. ഹാദിയ +2 ആണ്. ബയാൻ +1 പഠിക്കുന്നു. പിന്നെ അവിടെ മാമായുടെ ഉപ്പയുണ്ട്, അബ്ബാസ് മൗലവി. അപ്പോൾ ഞാനും ഉമ്മിയും നേരെ മൂത്താപ്പാടെ വീട്ടിൽ വണ്ടി നിർത്തി. ഇത്താ. ഉടനെ ഷാഹിന ഓടി വന്ന് ഉമ്മിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ അകത്തേക്ക് കയറി. ഞാൻ മനസ്സിൽ ആലോചിച്ചു, എന്താണിത്? ആനക്കുട്ടിയാ? മൂത്തുമ്മ, ഡാ, നീ എന്താ വലിയ ആളായ? നോക്കാണ്ട് അകത്തേക്ക് കയറിപ്പോയത് കണ്ട അവൻ? അപ്പോൾ ഉമ്മ ഇടപെട്ടു. അതവന് നാണായിട്ടല്ലേ ഇത്താ? ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, നിങ്ങൾ രണ്ടും കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജാമാകണ്ടല്ലോ. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു. മൂത്തുമ്മ, ഡാ, നിന്നെ ഞാൻ ഇവൻ്റെ വർത്താനത്തിന് കുറവൊന്നുമില്ല കേട്ടാ. ഉമ്മി, കുറവല്ല, കൂടുതലല്ലേ ഉള്ളൂ. അവർ കത്തി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത റൂമിൽ നിന്ന് ഇത്താത്ത ഇറങ്ങി വന്നു കുഞ്ഞായിട്ട്. ഞാൻ ചോദിച്ചു, ഇത്താത്ത സുഖമാണോ? മിന്നുനെ ഞാൻ എടുക്കാം. ഫർസാന പറഞ്ഞു, ഡാ, നോക്കി. അവനെവിടെ? ചിഞ്ചു. അവൻ ഉറങ്ങിയടാ. അവനെ സ്കൂളിൽ ചേർക്കുന്നില്ലേ ഇത്താത്ത? ഇല്ലടാ, അടുത്ത കൊല്ലം നോക്കണുള്ളൂ. ഉമ്മയും മൂത്തുവും അങ്ങോട്ടേക്ക് വന്നു. എന്തായി കുഞ്ഞുമ്മ ഇവൻ്റെ കാര്യം? ഞങ്ങൾ അത് തന്നെ പറയായിരുന്നു മോളെ. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ചെറിയൊരു വിഷമം. ഇതുവരെ മാറി നിന്നിട്ടില്ലല്ലോ അവൻ. ഒരു നല്ല കാര്യത്തിനല്ലേ, സാരില്ല കുഞ്ഞുമ്മ. മൂത്തു, ഞാൻ ഇവളോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേടാ. നിച്ചു, ഉമ്മീനെ ടെൻഷൻ അടിപ്പിക്കാതെ ഞായറാഴ്ച പോരിങ്ങോട്ട്. അയ്യോ ഇത്താ, ദേ ഇവള് കരച്ചിൽ തുടങ്ങി. ഉമ്മയുടെ മിന്നൂസേ, പാപ്പം വേണോ മുത്തിന്? എൻ്റെന്ന് വാങ്ങിയിട്ട് നൈറ്റിയുടെ സിബ് താഴ്ത്തി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. സോഫയിലെ ഇപ്പുറത്തെ സൈഡിലാണ്.
ഇത്താത്ത ഇരിക്കുന്നത് നോക്കണ്ട എന്ന് വെച്ചിട്ടും അറിയാതെ നോക്കിപ്പോയി. നടി വേദികയുടെ അതേ ഷേപ്പും കളറുമാണ് ഫർസാന ഇത്താത്തക്ക്. എന്താണ് പടച്ചോനെ എൻ്റെ കണ്ണങ്ങോട്ട് പോണത്? ഏയ് ശരിയാകൂല. ഞാൻ വേഗം മുഖം വെട്ടിച്ചു. പിന്നെയും ആ നൈറ്റിലേക്കാണ് പോകുന്നത് കണ്ണ്. ഹോ, എന്ത് വെളുപ്പാണ് ഇത്താട് അവിടൊക്കെ. പെട്ടെന്നാണ് എൻ്റെ ഇത്താടെയും കണ്ണുകൾ ഉടക്കിയത്. ഞാൻ പിന്നെയും താഴെ നോക്കിയിരുന്നു. ഉമ്മി പറഞ്ഞു, ഇവനിക്കെന്തു പറ്റി? നീ എന്താ താഴെ നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല ഉമ്മി, നമുക്ക് പോകാം. മൂത്തു, പോകാനോ? ചോറ് കഴിച്ചിട്ട് പോകാം. ഞാനൊന്നും മിണ്ടാതെ എണീച്ച് ഇറയത്തേക്ക് പോയി. വെറുതെ കസേരയിലിരുന്ന് മയങ്ങിപ്പോയി. ഫർസാന ഇത്ത് വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത്. എന്താണിത്, ഉറങ്ങിപ്പോയാ സാറേ? പക്ഷേ എൻ്റെ നോട്ടം വന്ന് നിന്നത് അസ്ഥാനത്താണ്. ഫർസാന ഇത്താത്ത ഷോളിട്ടാണ് നിപ്പെങ്കിലും കണ്ണുകൾ ഉടക്കി നിന്നത് അവിടേക്കാണ്. എന്താണിത്താ, ദാ വരണം. ഇത്താടെ മുഖത്ത് ഒരാക്കിയ ചിരിയുണ്ടോ ആവോ? ആഹാ, നല്ല ബീഫ് കറിയും ചോറും ചിക്കൻ ഫ്രൈയും. എൻ്റെ നോട്ടം പിന്നെ വേറെ എവിടെയും പോയില്ല, കറക്റ്റ് പ്ലേറ്റിൽ തന്നെ. എൻ്റെ തീറ്റ കണ്ടിട്ട് ഉമ്മയും മുത്തുവും ഇത്തയും ചിരി തുടങ്ങി. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഭക്ഷണം കഴിഞ്ഞ് ഞാനും ഉമ്മയും പോകാനായി ഇറങ്ങി. അപ്പോഴാണ് ബഷീർ മാമാടെ വാപ്പ അങ്ങോട്ട് വന്നത്. ബഷീർ മാമാടെ വാപ്പ എന്ന് പറയുന്നത് ഉമ്മയുടെ മാമായാണ്. അമ്മായിയും മാമയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഷാഹിന മോളെ, എന്തോരം നാളായി മോളെ കണ്ടിട്ടെന്നും പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ അയാളുടെ കൈ ഉമ്മയുടെ സാരിയുടെ പുറത്തുകൂടി ഇഴയുകയാണ്. പുറത്തു നിന്ന് നടുവിലേക്ക് പോവുകയാണ്. ഇനി പോയാൽ ശരിയാകൂല, ഉമ്മീനെ വിളിക്കണം. ഉമ്മി വാ, പോകാം. ഉമ്മി എന്നെ കണ്ണുരുട്ടി കാണിച്ചു. നിക്കി നിച്ചു. അപ്പോൾ പതിയെ അയാൾ ഉമ്മിയെ വിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അറിയോ വെല്ലുപ്പാനെ? പിന്നെ അറിയാലോ. ഞാൻ മനസ്സിൽ കരുതി, ഇയാൾ എന്ത് പിടുത്തയാണ് പിടിക്കണേ. ഞാൻ ഒരുവിധം വിടുവിച്ച് വണ്ടിയിലേക്ക് കയറി. ഉമ്മിയും യാത്ര പറഞ്ഞ് കയറി. ആ കൂട്ടത്തിൽ ഞാൻ തിരിഞ്ഞത് ഫർസാനത്തെയാണ്. ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി നോക്കി ചിരിക്കുന്നു. അപ്പം ശരി. ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഇന്ന് വെള്ളി, ശനി, ഞായർ. ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോകണമല്ലേ ഉമ്മി? എന്തായാലും പോയേ പറ്റൂ. വെറുതെ വാപ്പിയുടെ നിന്ന് ചീത്ത കേൾക്കണോ എൻ്റെ മോനോ? വേണ്ടുമ്മി, ഞാൻ പൊക്കോളാം. ഞാൻ നോക്കുമ്പോൾ ഉമ്മി ഇരുന്ന് ചിരിക്കുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറി. ഉമ്മി റമിക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഞങ്ങളെ വീട്ടിൽ കയറ്റൂല. വീട്ടിൽ കയറിയ പാടെ റമി ഉമ്മാടെ മേത്തേക്ക് ചാടി കയറി. മൂത്തു, മിഠായി എവിടെ? താ എനിക്ക്. ഇന്നാടാ കൊതിയാ, പോയി തിന്നോ. എൻ്റെ സാരി ചുളുക്കല്ലേ. കുഞ്ഞുമ്മ അപ്പം കിച്ചണിൽ നിന്നും വന്നു. എന്താ ഇത്താ പോയ കാര്യം? ഉമ്മി സോഫയിലേക്ക് ചാരിയിരുന്നു. അപ്പോൾ തന്നെ റമി ഉമ്മിയുടെ മടിയിൽ പോയി കിടന്നു. ഉമ്മി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുടി തലോടിക്കൊണ്ടിരുന്നു. അതൊക്കെ ഓക്കെ ആയി യേശു. ഇവൻ അവിടെ നിൽക്കണ കാര്യത്തിലാണ് ആകെ മൂഡ് ഔട്ടായിരിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല കുഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഈ സാരി ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ റമി കരയാൻ തുടങ്ങി. പോകല്ലേ മൂത്തു. ഈ കുഞ്ഞുമ്മ ചോദിച്ചു, എന്തിനാ റമി വെറുതെ കരയണേ? എന്നാൽ ഞാനും വരും മൂത്തുവിൻ്റെ കൂടെ. കരയണ്ട, വാ പോരെ. ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഉമ്മി അവനെ വിളിച്ചു. കുഞ്ഞുമ്മ പറഞ്ഞു, ഇത്താക്ക് അങ്ങനെ വേണം, ചെറുപ്പത്തിലെ അവനെ ശീലിപ്പിച്ചിട്ടല്ലേ. അത് സാരമില്ല, അവൻ എൻ്റെ മോനല്ലേ. ഞാൻ ഇപ്പോൾ വരാം, വാ റമി. കുഞ്ഞുമ്മ എന്നോട് ചോദിച്ചു, അത് വിട്, നിനക്കെന്താ അവിടെ നിന്നാലെന്നും പറഞ്ഞ് സോഫയിൽ എൻ്റെ കൂടെ ഇരുന്നു. പഴയ ചിന്തകൾ പിന്നെ ഉടലെടുത്തല്ലോ. കുഞ്ഞുവിൻ്റെ മേത്തുനിന്ന് ഒരു മത്ത് പിടിപ്പിക്കുന്ന മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. കുഞ്ഞുമ്മയെ കാണാൻ കാവ്യമാധവൻ്റെ ലുക്കാണ്. കാവ്യേക്കാൾ നിറവും ശരീരവും ഉണ്ട് കുഞ്ഞുമ്മക്ക്. വീട്ടിലെപ്പോഴും ബനിയൻ ടൈപ്പ് നൈറ്റിയാണ് കുഞ്ഞായും ഉമ്മിയും ഇടുന്നത്. അതൊന്നുമില്ല കുഞ്ഞാ, എനിക്കവിടെ പോയാൽ എൻ്റെ ഉമ്മീനെയും കുഞ്ഞുവിനെയും മിസ്സാകും എന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞാടെ മടിയിലേക്ക് കിടന്നു. എനിക്ക് എൻ്റെ ഉമ്മയും കുഞ്ഞായും ഒരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെ മടിയിലും കിടക്കാറുണ്ട്.
കുഞ്ഞ് എൻ്റെ തല മസാജ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അതിന് നിച്ചുക്കുട്ട എല്ലാ ദിവസവും അവിടെ നിൽക്കണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും നിനക്കിവിടെ വന്ന് ഞായറാഴ്ച പോയാൽ മതിയല്ലോ, പിന്നെന്താ? ഓ, ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഞാൻ എണീച്ച് പോകാൻ പോയപ്പോൾ കുഞ്ഞ് പിന്നെയും പിടിച്ചിരുത്തി. ആ ഇരുത്തത്തിൽ ഞാൻ ചെന്നിടിച്ചത് കുഞ്ഞാടെ അവിടെയാണ്. ഞാൻ മനസ്സിലോർത്തു, ഇതെന്താ പഞ്ഞിക്കെട്ടോ? അങ്ങനെയാണോ നിച്ചു ഞാൻ പറഞ്ഞേ? റമിയാണെങ്കിൽ അങ്ങനെ, നീയും കൂടെ ഇങ്ങനെ ആയാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളേ എന്നും പറഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങി. അയ്യേ, ഇത്രയേ ഉള്ളോ ഈ ചുന്തിരിക്കുട്ടി? ചുമ്മാ പറഞ്ഞതല്ലേ. ദേ, ഞാൻ ഹാപ്പിയായി പോരെ. ഞാൻ കുഞ്ഞാടെ കണ്ണ് തുടച്ചു കൊടുത്തു. കുഞ്ഞ എൻ്റെ കവിളിൽ ഒരു ഉമ്മ തന്നു. ഞാൻ നേരെ മോളിലേക്ക് പോയി, റൂമിലേക്ക്. ഈ സമയം അടിയിലെ മുറിയിൽ ഷാഹിന. റമിക്കുട്ട, കുട്ടൻ ഇവിടെ ഇരിക്ക്, മൂത്തു ഡ്രസ്സ് മാറ്റട്ടെ. റമി ഡയറി മിൽക്ക് തിന്നുകൊണ്ട് ഇരുന്നു. ഷാഹിന പയ്യെ തൻ്റെ ഹിജാബ് അഴിച്ചു. തൻ്റെ പിങ്ക് കളർ സാരിയും ബ്ലൗസും അഴിച്ചു. ഷാഹിന നോക്കുമ്പോൾ ചെക്കൻ്റെ നോട്ടം തൻ്റെ മേനിയിലേക്കാണ്. പടച്ചോനെ, ഇവനെ എങ്ങനെയും മാറ്റണമല്ലോ. അല്ലെങ്കിൽ വേണ്ട, പാവം അവനിക്കൊന്നും അറിയില്ലല്ലോ, വയ്യാത്ത കുട്ടിയല്ലേ. ഷാഹിന തിരിഞ്ഞു നിന്ന് അവളുടെ വസ്ത്രം മാറി. പെട്ടെന്ന് തന്നെ റമി ചാടി എണീറ്റ് ഷാഹിനാനെ പിടിച്ചു. മൂത്തു, എനിക്ക് പാപ്പം വേണം മൂത്തുവിൻ്റെ കുമ്പായിന്ന്. അവൻ കരയാൻ തുടങ്ങി. എൻ്റെ റമ്പേ, ഞാൻ പെട്ടല്ലോ. റമിക്കുട്ട, മൂത്തുവിൻ്റെ കുമ്പായിൽ പാപ്പം ഇല്ലടാ കുട്ട. ഇല്ല, ഉണ്ട്, എനിക്ക് വേണം. പാവം, ഇവനെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ശരി, മൂത്തു ഇപ്പം വരാം, മോൻ ബാത്റൂമിലേക്ക് പൊക്കോ. വേണ്ട. ഷോ, ഐഷാനോട് പറയാനും പറ്റൂലല്ലോ. ഈ ചെക്കൻ വേണ്ടാത്ത ശീലം പഠിപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വാ, കയറ്. ഷാഹിന ടവലെടുത്ത് അവനെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. മൂത്തു കുളിച്ചു വരട്ടെ, അതുവരെ മൂത്തുവിൻ്റെ കുട്ടം പുറത്ത് നിൽക്ക്. എനിച്ചും കുളിക്കണം. ഓ, മര്യാദയ്ക്ക് നിൽക്ക്, ഡ്രസ്സ് മാറ്റട്ടെ. എനിക്ക് പാപ്പം താ. വേറെ വഴിയില്ലാതെ ഷാഹിനയ്ക്ക് അവനെ അനുസരിക്കേണ്ടി വന്നു. അവന് വേണ്ടത് കൊടുക്കേണ്ടിയും വന്നു. കുഞ്ഞു കുട്ടികളുടെ ബുദ്ധിയാണേലും റമി 19 വയസ്സുള്ള ഒരാളാണ്. കെട്ടിയോൻ ഗൾഫിലുള്ള ഷാഹിനാൻ്റെ മനസ്സ് ഇളക്കുന്നതായിരുന്നു പിന്നീടുള്ള രംഗങ്ങൾ. പെട്ടെന്ന് തിരികെ സ്വബോധത്തിലേക്ക് വന്ന ഷാഹിന വേഗം അവനെ അടർത്തി മാറ്റി. അവർ രണ്ടുപേരും കുളിച്ച് പുറത്തിറങ്ങി. റമിക്കുട്ട, ഇതാരോടും പറയരുതിട്ടാ. റമി തലയാട്ടി. അവനെന്തോ ഉറക്കം വരുന്ന പോലെ. ഷാഹിനയ്ക്ക് മനസ്സിലായി. അവൾ അവനെ പിടിച്ച് അവിടെ കിടത്തി. അവൻ അപ്പം തന്നെ ഉറങ്ങി. അവൾ അലമാരിയിൽ നിന്ന് ഒരു നൈറ്റി എടുത്തിട്ട് ഹാളിലേക്ക് പോയി. മുകളിൽ റൂമിൽ കയറുമ്പോൾ രണ്ടെണ്ണവും കമന്ന് കിടന്ന് ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുവാണ്. നിൻസിയും റംസിയും. വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ട കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. രണ്ടുപേരും ഇറക്കം കുറഞ്ഞ പാവാടയും ടൈറ്റ് ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. കമിഴ്ന്ന് കിടന്നപ്പോൾ രണ്ടിൻ്റെയും ചിലതൊക്കെ ചെറുതായി കാണാം. കമന്ന് കിടന്ന് കാല് പൊക്കിയത് കാരണം രണ്ടിൻ്റെയും തുട വരെ ശരിക്കും കാണാം. നല്ല വെണ്ണയുടെ നിറമാണ് രണ്ടിനും. ഉമ്മിയുടെയും കുഞ്ഞയുടെയും അതേ കാർബൺ കോപ്പിയാണ് രണ്ടും. മുഴുത്ത പിന്നഴകൊക്കെ കണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ. പെട്ടെന്ന് തന്നെ ഞാൻ മുഖം വെട്ടിച്ച് അവരെ വിളിച്ചു. ഡി, നിൻസി പറഞ്ഞു. പേടിച്ചു പോയല്ലോ ഇക്കാക്ക, എന്തിനാ കിടന്ന് കാറണേ? രണ്ടും കൂടി എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ റീൽസ് കാണുമായിരുന്നു. ഓ, എന്നാൽ രണ്ടും ഒന്ന് പോയി തന്നെ, എനിക്ക് ഫ്രഷ് ആവണം. അതിന് ഞങ്ങൾ പോണേ എന്തിനാ? ഇവിടെ ആകെ ഇച്ചിരി റേഞ്ച് ഉള്ളത് ഈ റൂമിലാണ്. ഇക്കാ പോയി കുളിച്ചോ? ഓ, ഇതുങ്ങളെ കൊണ്ട്. ഞാൻ തോർത്തും ലുങ്കിയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഷവറിൻ്റെ അടിയിൽ കുറേ നേരം നിന്നു. തലയിലേക്ക് കുറേ വെള്ളം വീണപ്പോൾ മൈൻഡ് റെഡിയായി. എന്തൊക്കെയാണ് റബ്ബേ ഞാൻ ആലോചിച്ചേ. അതും എൻ്റെ കുഞ്ഞൂനെയും എൻ്റെ അനിയത്തിമാരെയും ഞാൻ വേറെ രീതിയിൽ കണ്ടില്ലേ. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇച്ചിരി മനസ്സമാധാനം കിട്ടി. നിൻസി. ഓ, ചുള്ളൻ്റെ കുളി കഴിഞ്ഞാ? ഡി, നിന്നെ ഞാൻ. റംസി. അല്ലെങ്കിൽ നിച്ചൂക്ക ചുള്ളനാ. നിൻസി പറഞ്ഞു. ചുള്ളനല്ല, കുള്ളൻ. അവൾ ചിരിക്കാൻ തുടങ്ങി.
ഞാൻ ടീഷർട്ട് എടുത്ത് ഇടാൻ നോക്കിയപ്പോൾ രണ്ടിൻ്റെയും നോട്ടം എൻ്റെ ശരീരത്തിലാണ്. എന്താ ഇങ്ങനെ നോക്കണേ? അല്ല, ഇവള് പറഞ്ഞല്ലോ ചുള്ളലാണെന്ന്, അതുകൊണ്ട് വെറുതെ നോക്കിയതേ അമ്മോനെ. വാ റംസി, നമുക്ക് പോകാം. അവർ പോയി, പിന്നാലെ ഞാനും. നിങ്ങളെന്താ സയാമീസ് ഇരട്ടകളോ? എപ്പോഴും ഒരുമിച്ചേ ഇരിക്കൂ? ആണെങ്കിലോ, ഇക്കാക്കെന്താ? വന്നപ്പോൾ ഇതിൽ തല്ല് പിടിക്കുകയാണ്. അള്ളോ, ഇങ്ങനെ നുണ പറയല്ലേ നിൻസി. ഉമ്മയും കുഞ്ഞയും ഇരിക്കുന്നുണ്ട് ഇപ്പറം. ഉമ്മി, എന്തിനാ നിച്ചൂട്ടി അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഞാൻ, ചുമ്മാ അവളല്ലേ ഉമ്മി എനിക്ക് വട്ടാക്കാനുള്ളൂ. എന്തേലും ഓർമ്മ വേണ്ടേ ഉമ്മി ഇവിടുന്ന് പോകുമ്പോൾ? ഇതാകുമ്പോൾ ഓർത്ത് ചിരിക്കാമല്ലോ. എല്ലാവരും ചിരി തുടങ്ങി. പക്ഷേ നിൻസിയുടെ മുഖം മാറി. എനിക്ക് മനസ്സിലായി അവളിപ്പോൾ കരയുമെന്ന്. വിചാരിച്ച പോലെ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. കുഞ്ഞുമ്മ, അല്ലോ പെട്ട്, അവൾ ഇനി ഇപ്പോഴൊന്നും എണീക്കൂല, പോയി സമാധാനിപ്പിച്ചുകൊണ്ട് വാനിച്ചു. ഞാൻ വേഗം മുകളിലേക്ക് പോയി. വിചാരിച്ചതുപോലെ തന്നെ ഡോറ് ലോക്ക്. നിൻസി മോളെ, വാതിൽ തുറക്കടി പ്ലീസ്, തുറക്ക്, എൻ്റെ ചക്കരയല്ലേ, തുറക്ക്. 2 സെക്കൻഡിനകം വാതിൽ തുറന്നു. അവൾ എന്നെ നോക്കാതെ പോയി കമന്ന് എൻ്റെ ബെഡിൽ കിടന്നു. ഞാൻ വേഗം ഡോർ ലോക്ക് ചെയ്തു. അവളുടെ അടുത്ത് വന്നിരുന്നു. നിൻസി, ഇക്കാക്കയുടെ വാവയല്ലേ, സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഇങ്ങനെ പിണങ്ങല്ലേ. അവൾ എണീറ്റിരുന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണ് തുടച്ച് ഒറ്റ കെട്ടിപ്പിടുത്തോ എന്നെ. ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടിപ്പോയി. അവൾ എന്നോട് പറഞ്ഞു, ഇക്കാക്ക, എനിക്കറിയില്ല, ഇക്കാക്ക അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല എനിക്ക് വിഷമമായത്. പിന്നെന്താ എൻ്റെ മുത്തിന്? ഇക്കാക്ക ഇവിടുന്ന് പോകുന്നത് കൊണ്ട് എന്തൊക്കെയോ പോലെ, എന്തോ ഒക്കെ മിസ്സാകുന്ന പോലെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പോകണ്ടേ പഠിക്കാൻ? അതല്ലിക്ക, അവിടെ പഠിക്കുമ്പോൾ പല സ്ഥലത്തു നിന്ന് വന്ന പെൺകുട്ടികളുണ്ടാവില്ലേ? അതിനെന്താ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നല്ല ചുള്ളത്തിയെ പ്രപ്പോസ് ചെയ്യാമല്ലോ. നിൻസി ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് ഒറ്റയടി. കൃത്യം എൻ്റെ വയറിന് തന്നെ വേദന കൊണ്ട് ഞാൻ കുനിഞ്ഞു പോയി. നിനക്ക് വട്ടാണോ പെണ്ണെ? ഉമ്മ, വേദനിക്കുന്ന എൻ്റെ വയറ്. സോറി ഇക്ക, അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ. എങ്ങനെ കോളേജിലെ മൊഞ്ചത്തികളെ പ്രപ്പോസ് ചെയ്യുമെന്ന്? അതിനെന്തിനാ എന്നെ ഇടിക്കുന്നേ? എനിക്കിഷ്ടമല്ല. മോൻ ആരെയും നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. ഇനിയും മനസ്സിലായില്ലേ? പോയി തൂങ്ങിച്ചാവ്. അല്ല പിന്നെ. നീ എന്താ ഇങ്ങനെ പറയുന്നേ? നീ എൻ്റെ അനിയത്തിയാ, അല്ലാതെ നമുക്കിതൊന്നും പറ്റൂല. ഓ, അനിയത്തിയുടെ വേണ്ടാത്തിടത്തൊക്കെ കൊതിയോടെ നോക്കല്ലേ ഇക്കാക്ക്? അവളെ ഇഷ്ടപ്പെട്ടൂടാ? ഇത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ഇവളിതെങ്ങനെ കണ്ടു? ഇക്കാക്ക് ആലോചിക്കുവാണല്ലേ ഞാനതൊക്കെ എങ്ങനെ കണ്ടെന്ന്. നിന്ന് ചമ്മണ്ട. ഇക്കാക്കയുടെ കാൽപ്പെരുമാറ്റം വരെ എനിക്കറിയാം. ഇക്കാക്ക വന്ന് റൂമിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ടാണ് പാവാട കുറച്ച് കയറ്റിയിട്ടത്. കണ്ടോട്ടേന്ന് വിചാരിച്ചു. ഞാൻ വാ പൊളിച്ച് നിന്നുപോയി. വാ അടയ്ക്ക്, വല്ലതും കയറിപ്പോകും, അവൾ പറഞ്ഞു. നിൻസി, എന്നാലും ഒരെന്നാലുമില്ല. പറഞ്ഞു കഴിയുന്നതിന് മുന്നേ അവൾ എൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് തുടങ്ങി. ആദ്യം ഞാൻ എതിർക്കാൻ നോക്കിയെങ്കിലും അവളുടെ പ്രകടനത്തിന് മുന്നിൽ എനിക്ക് അടയറവ് പറയേണ്ടി വന്നു. എൻ്റെ ചുണ്ട് അവളുടെ ആഗ്രഹത്തിന് വിട്ട് ഞാൻ നിന്നു. എൻ്റെ കൺട്രോള് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. അവളും ഞാനും ബെഡിലേക്ക് വീണ് കെട്ടിമറിഞ്ഞു. ചെറിയ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഡോറിൽ മുട്ട് കേട്ടു. ടപ്പ് ടപ്പ്. ഞങ്ങൾ രണ്ടാളും ഞെട്ടി എണീറ്റ് ഡ്രസ്സ് നേരെയാക്കി. അവൾ റൂം തുറന്നു. റംസി ആയിരുന്നു ഭാഗ്യം. അവൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഉമ്മിയും മൂത്തു എന്തോരം വിളിച്ചു. നിൻസി ഒന്നും മിണ്ടാതെ അടിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, അവളുടെ പിണക്കം മാറ്റായിരുന്നു റംസിക്കുട്ടി. നീ ചോറ് തന്നോ? ഇല്ല, വായിക്കാക്ക, ഞാൻ വരാം, മോള് പൊക്കോ. ശരി, മൂത്തു അന്വേഷിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ സംഭവിച്ചേ? അവൾക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. അടിയിൽ പോയി ഉമ്മിയുടെ മടിയിൽ പോയി കിടന്നാലേ സമാധാനം കിട്ടുള്ളൂ. ഞാൻ നേരെ പോയി ഉമ്മിയുടെ തിരുന്നു. ഉമ്മി ചോദിച്ചു,
എന്തു പറ്റി എൻ്റെ മോനൂസിന്? എന്തോ പറയാനുള്ള പോലെ. അത് അപ്പോഴേക്കും കുഞ്ഞു ഫുഡായി വന്നു. വാ കഴിക്കാം, ബാക്കി പിന്നെ. ഞാൻ ചോദിച്ചു, റമി എന്തിയെ കുഞ്ഞു? അവൻ ദേ ഇത്താടെ റൂമിൽ കിടന്നുറങ്ങുന്നു. അതെന്താ അവിടെ കിടന്നേ? നിയാസ് അത് പറഞ്ഞപ്പോൾ ഷാഹിനയുടെ മുഖം മാറി. വേഗം തന്നെ ഷാഹിന മറുപടി പറഞ്ഞു, അവനും ആയിഷയും ഇന്ന് എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ഞാൻ വെറുതെ നിൻസിയെ നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. എന്നാൽ ഞാനും റംസിയും ഇന്ന് ഇക്കാടെ കൂടെ കിടന്നോളാം. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അത് വേണ്ട, രണ്ടിനും ഇൻസ്റ്റഗ്രാം കാണാനാണ്. ഒരു ദിവസം ഞാൻ ആ ഫോൺ എടുത്ത് പൊളിച്ചു കളയും, അപ്പം തീരും രണ്ടിൻ്റെ അസുഖം. ഉമ്മി പറഞ്ഞു, ആ വേണ്ട ഐഷ, അവൻ നാളെയും കൂടെ അല്ലേ ഉണ്ടാകൂ, അവർ കിടന്നോട്ടെ ഒരുമിച്ച്. റംസി ഏയ്, എല്ലാവരും അത് നോക്കി ചിരിച്ചു. ഞാൻ ചോറ് പകുതി തിന്ന് എണീറ്റ് പോയി. കുഞ്ഞ ചോദിച്ചു, ഇവനിത് എന്ത് പറ്റി? നിൻസി പറഞ്ഞു, ഉമ്മി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയക്ക പോയേ, അവൾ വേറെ കാര്യം എടുത്തിട്ടു. ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുകയായിരുന്നു മുകളിൽ, അപ്പോഴാണ് ഇവൾ വന്ന് വിളിച്ചേ. ഞാൻ നിൻസിയെ നോക്കി മനസ്സിൽ പറഞ്ഞു, എടി ഭയങ്കരി, എത്ര പെട്ടെന്ന് അവൾ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. ഇനി റംസി ചോദിക്കൂലല്ലോ. ചോറ് തീറ്റ കഴിഞ്ഞ് റംസിയും നിൻസിയും നേരെ മുകളിലേക്ക് പോയി. പോകുമ്പോൾ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. ഞാൻ നേരെ പോയി സോഫയിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഉമ്മി വന്ന് എൻ്റെ തല തൊലോടാൻ തുടങ്ങി. ഞാൻ എണീറ്റ്. ഉമ്മി എൻ്റെ അടുത്തിരുന്നു. ഞാൻ വേഗം ഉമ്മിയുടെ മടിയിലേക്ക് ചാഞ്ഞു. സ്വന്തം അമ്മയുടെ മടിത്തട്ടി കിടക്കുന്ന സുരക്ഷിതത്വം വേറെ എവിടെ ഇരുന്നാലും കിട്ടൂല. ഉമ്മി ചോദിച്ചു, എന്താടാ? ഉമ്മീനോട് പറ, ഉമ്മിയുടെ മോനൂസല്ലേ, നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും സങ്കടാ. ഒന്നുമില്ലമ്മീ, എനിക്ക് എൻ്റെ ഉമ്മീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ മടിയിൽ അങ്ങനെ കിടക്കാൻ തോന്നി, അത്രേ ഉള്ളോ? കിടന്നോടാ പൊന്ന. എൻ്റെ മുടി കൂടി ഉമ്മി മസാജ് ചെയ്യുവാണ്, അത് ഉമ്മിക്കുള്ളതാണ്, അപ്പോൾ ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങും. ഉമ്മി പറഞ്ഞു, മതി, അവരൊറ്റയ്ക്കല്ലേ ഉള്ളൂ, ഉമ്മിയുടെ മോൻ പോയി കിടന്നു അവരുടെ കൂടെ. അതെ, നാളെ എൻ്റെ നിച്ചൂട്ടി എൻ്റെ അടുത്ത് കിടന്നാൽ മതിയിട്ടാ. നാളെ എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ഞാൻ എന്ന് പറഞ്ഞ് മുകളിലെത്തി. റൂം തുറന്നപ്പോൾ രണ്ടും അവിടെയുണ്ട്, കിടന്നിട്ടില്ല. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. വാപ്പി അവിടുന്ന് കൊണ്ടുവന്ന അറബിക് നൈറ്റ് ഗൗൺ പോലെയാണ്, മുട്ട് വരെ ഉണ്ടാകൂ. രണ്ടിൻ്റെയും ഡ്രസ്സ് അതാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം രണ്ടും അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. രണ്ടും എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു വളിച്ച ചിരി തുടങ്ങി. അടിയിൽ ഷാഹിനയും ഐഷയും കിടക്കാൻ പോകുകയാണ്. ഷാഹിന പറഞ്ഞു, ഐഷ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇത്താ? ഐഷ, അവൻ ഇപ്പോഴും അമ്മിഞ്ഞ കുടിക്കാറുണ്ടോ? ഏയ് ഇല്ല, പക്ഷേ അന്ന് അവർ വന്നില്ലേ? ആര്? ഹാഷിമും ഫർസാനയോ? ആ, അവർ തന്നെ. അവൾ കൊച്ചിന് പാല് കൊടുക്കണത് കണ്ടപ്പോൾ തുടങ്ങിയതാ ചെക്കന്. ഓ, അപ്പോൾ തുടങ്ങിയാണ് ചെക്കന് പാപ്പം കുടിക്കണമെന്ന്. എന്നിട്ട് സഹി കെട്ട് ഞാൻ നിപ്പിൾ കുപ്പിയിൽ പാല് വെച്ചേക്കാണ് അവന്. എന്താ എത്താ ചോദിച്ചേ? ഒന്നുമില്ല, ഇന്ന് എൻ്റെ കൂടെ റൂമിൽ വന്നില്ലേ, അപ്പോൾ അവന് പാപ്പം വേണമെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു നോക്കി, ചെക്കൻ കേൾക്കണ്ടേ. അവസാനം എനിക്ക് കൊടുക്കേണ്ടി വന്നു. പാലൊന്നുമില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി. ഓ, ഇത്താക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, അവൻ എൻ്റെ മോനല്ലേ. പിന്നെ ഒരു കാര്യം, നമുക്ക് അവൻ്റെ ഡോക്ടറെ ഒന്ന് കാണണം ഐഷ. തിങ്കളാഴ്ച പോകാം നമുക്ക്. ലൈറ്റ് കിടത്തിയേക്ക് ഐഷ. അവർ 3 പേരും കിടന്നു. റമിയെ നടുക്കാണ് കിടത്തിയേക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞില്ല, റമി എണീറ്റ് കരയാൻ തുടങ്ങി. ഐഷ അവൻ്റെ പുറത്ത് തട്ടി ഉറക്കാൻ നോക്കി. വാവൂ ഉമ്മി, എനിക്ക് പാപ്പം വേണം. അവൻ കരയാൻ തുടങ്ങി. ഐഷ എണീറ്റ് അവിടെ ഇരുന്ന് നിപ്പിൾ കുപ്പി എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അവനത് തട്ടിക്കളഞ്ഞു. എനിക്ക് ഉമ്മിയുടെ കുമ്പായിന്ന് മതി. ഓ, മനുഷ്യന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഒന്ന് കരയാതെ ഉറങ്ങടാ, ഇല്ലേ നല്ല അടി കിട്ടും, ഐഷ പറഞ്ഞു. അവൻ കരയാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ടും അതിനനുസരിച്ച് കൂടി. ഷാഹിന എണീച്ചു. എൻ്റെ ഐഷേ, എന്തിനാ നീ കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നേ? അവന് നീ അതൊന്ന് കൊടുക്ക്, അവൻ അല്പം കഴിഞ്ഞ് ഉറങ്ങിക്കോളും.
എനിക്ക് വയ്യെത്താ ഇപ്പോൾ. ഒന്നാമത് ഡേറ്റ് ആയതിൻ്റെ വയറുവേദന തുടങ്ങിയിട്ട് പറ്റണില്ല. അപ്പോഴവൻ്റെ വാശി. എൻ്റെ അവസ്ഥ എന്താ ഇവൻ മനസ്സിലാക്കാത്തേ? നീ എന്തേക്കണ് പറയാൻ ആയിഷ? അവന് വല്ലതും അറിയോ? എന്തിനാ വെറുതെ അതിനോട് കയർക്കുന്നേ? കരയുന്ന കണ്ട പാവം. എനിക്ക് വേണ്ട ഉമ്മീനെ, ഉമ്മി ചീത്തയാണ്. എനിക്ക് പറ്റാത്തതുകൊണ്ടായിത്താ. ദേഹമാകെ ഭയങ്കര വേദന. ഇത്താക്കറിയാലോ, എനിക്ക് പീരീഡായാൽ കണ്ണുപോലും മര്യാദയ്ക്ക് കാണൂല. സാരമില്ല, നീ കിടന്നോ. ഇത് എൻ്റെയും കൂടെ മോനല്ലേ, ഞാൻ ഡീൽ ചെയ്തോളാം. നീ നിൻ്റെ റൂമിൽ പോയി കിടന്നോ സമാധാനമായിട്ട്. ശരി ഇത്ത. ഐഷ അവളുടെ റൂമിലേക്ക് പോയി. ഷാഹിൻ എണീറ്റ് വാതിലടച്ചു വന്ന് കിടന്നു. റമ്മിക്കുട്ട വാ, മുത്തുവിൻ്റെ പാപ്പം കുടിച്ചോ റമ്മി. കേട്ടത് സന്തോഷത്തോടെ വന്ന് ഷാഹിനാൻ്റെ കവളിലൊരു മുത്തം കൊടുത്തു. ഷാഹിന പതിയെ അവന് പാപ്പം കൊടുത്തു തുടങ്ങി. ഷാഹിന വാത്സല്യത്തോടെ അവൻ്റെ തല തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ റമി വേണ്ടാത്ത ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. തൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നു എന്ന് തോന്നിയ ഷാഹിന അവനെ തള്ളി മാറ്റി. എന്നാൽ അവൾ അവനെ നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് കരയാണ്. റമിക്കുട്ട കരയില്ലേ മോനെ, മൂത്ത് തന്നില്ലേ മോന് പാപ്പം? ഇനി എൻ്റെ മോൻ കിടന്നുറങ്ങ്. എനിക്ക് ഇനിയും വേണം. മൂത്ത് നാളെ തരാം മൂത്തുവിൻ്റെ മുത്തിന്. ഇപ്പം ഇവിടെ വന്ന് കിടക്ക്. എനിക്ക് മിച്ചായി തരുമോ? തരാടാ കുട്ട എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. പാവം, ഇവൻ നിച്ചുവിനെ പോലെ ആയെങ്കിൽ പടച്ചോനെ, ഇവൻ്റെ അസുഖം മാറണേ റബ്ബേ എന്ന് മനസ്സിൽ പറഞ്ഞു അവർ കിടന്നു. മുകളിലെ മുറിയിൽ ഞങ്ങൾ 3 പേരും ഓരോന്ന് പറഞ്ഞ് കിടക്കുകയാണ്. കട്ടിലിൻ്റെ അറ്റത്ത് ഏറ്റവും അറ്റത്ത് റംസിയും നടുക്ക് നിൻസിയും, ഈ അറ്റത്ത് ഞാനുമാണ് കിടക്കുന്നത്. കുറച്ച് നേരത്തിന് ശേഷം നിൻസി എൻ്റെ വയറിന് ചുറ്റിപ്പിടിച്ചു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് മുറുക്കി. കുറച്ച് നേരം ഞങ്ങൾ കെട്ടിമറഞ്ഞു. ഇക്കാ, അവളുടെ കൊഞ്ചുന്ന ശബ്ദം കേട്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി. ഞാൻ അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നേറാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. മതി ഇക്ക. എനിക്കൊന്നും ആയില്ല നിൻസിക്കുട്ടി, പ്ലീസ് മതി ഇക്ക, ഇനിയും പോയാൽ ശരിയാവില്ല. അപ്പോൾ വേണ്ടേ എന്നും പറഞ്ഞ് ഞാൻ വിഷമം പോലെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്നും ഇവിടെ ഉണ്ടാവില്ലേക്ക, നമുക്ക് പിന്നീട് നോക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല. ഇതെൻ്റെ മുത്തിന് തന്നൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ അവിടെ വേറെ വല്ല പെണ്ണിൻ്റെ മൂടും നോക്കി പോയാലോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിലപ്പോൾ നോക്കിയെന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു കുത്ത് തന്ന് എൻ്റെ വയറിന് എൻ്റെ പാതി ജീവൻ പോയി. സോറി ഇക്ക, പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നു എന്നും പറഞ്ഞ് എൻ്റെ വയറ് തിരുമാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി കൈ പോയെങ്കിൽ നല്ല സുഖം ഉണ്ടാകുമായിരുന്നു. ഓ, വലിയ സോപ്പൊന്നും വേണ്ട. ദേ അവൾ എണീക്കും. മോൻ കിടന്നുറങ്ങാൻ നോക്ക് പ്ലീസ്. എന്തേലും ചെയ്യേണ്ട മോളെ. എനിക്കിനി ദേഷ്യം പിടിക്കേ, ഞാൻ ഇറങ്ങിപ്പോണയാണ്. അയ്യോ വേണ്ട, ഞാൻ കിടന്നോളാം. അങ്ങനെ നല്ല കുട്ടിയായി അടങ്ങിക്കിടന്ന എൻ്റെ മോൻ. ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നു. കുറച്ച് നേരത്തിന് ശേഷം എന്തോ എൻ്റെ മേത്തിഴയുന്ന പോലെ. ഞാനപ്പോൾ ഓർത്തു, ഇവളല്ലേ നേരത്തെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയേ. ഇപ്പോൾ കള്ളി കാണിക്കണത് കണ്ട മിണ്ടാണ്ട് കിടക്കാം, അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ നിർത്തിക്കളയും. കുറച്ചു നേരം അവൾ അത് തുടർന്നു. ശേഷം എൻ്റെ സന്തോഷത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്ന പ്രവൃത്തി അവളിൽ നിന്നും ഉണ്ടായി. ഇങ്ങനൊരു അനുഭവം അത് ആദ്യമാണ്. ഞാൻ അങ്ങ് സ്വർഗലോകത്തെത്തിയ പോലെ തോന്നി. കുറേ നേരമായി അവൾ എന്നെ സംതൃപ്തിപ്പെടുത്തുന്നു. ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം അവൾ ഓടി ബാത്റൂമിലേക്ക് പോയതാണ് ഞാൻ കണ്ടത്. ഞാൻ മലർന്ന് കിടക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം കിട്ടുന്നത് ഇതാദ്യമായാണ്. അതും എൻ്റെ അനിയത്തിയിൽ നിന്നും. ഞാൻ റംസി ഉറങ്ങണോ എന്നും പറഞ്ഞ് നോക്കലും ഞെട്ടിത്തെറിച്ച് ഞാൻ ബെഡിൽ നിന്നും താഴേക്ക് വീണു. നിൻസിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്ര നേരം ഇതൊക്കെ ചെയ്തത് റംസി ആയിരുന്നോ? ഞാനൊരു ഞെട്ടലോടെ താഴെയിരുന്നു. റംസി ബാത്റൂം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അപ്പം ഈ സ്റ്റോറി തുടരുവേ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. വിത്ത് ലവ്, അലീന.